നമസ്തേ. ഓം ശ്രീ മാത്രേ നമ. ശ്രീദേവി അസ്ട്രോളജിക്കൽ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. 2025 ഏപ്രിൽ മാസം 21 അതായത് കൊല്ലവർഷം 1200 ആണ്ട് മേടമാസം 8 തിങ്കളാഴ്ചയും കൃഷ്ണപക്ഷ ഉത്രാടം നക്ഷത്രവും അഷ്ടമി തിഥിയും വരുന്ന ദിവസം, അതായത് ഉത്തരായനകാലം വസന്ത ഋതുവിൽ വൈശാഖമാസം 1 അതായത് വൈശാഖം ആരംഭിക്കുകയാണ് ശകവർഷപ്രകാരം. ആ വൈശാഖമാസം എന്ന് പറയുന്നത് വളരെ പുണ്യ മാസമാണ്. ആ വൈശാഖമാസം ആരംഭിക്കുന്ന ദിവസമാണ്. അപ്പം തീർച്ചയായും തിങ്കളാഴ്ചയാണ്. എല്ലാവരും ദുർഗാദേവിയെ പ്രാർത്ഥിക്കുന്ന, ദൈവീകത വർദ്ധിപ്പിക്കുന്ന, ശാക്തേയ രൂപത്തിലെ ഏറ്റവും പ്രാധാന്യമുള്ള ദേവീഭാവമായ ദുർഗാദേവിയെ പ്രാർത്ഥിക്കുന്നതിന്, വിവാഹ ജീവിതം ഏറ്റവും ധന്യമാകുന്നതിന്, കുടുംബജീവിതത്തിലെല്ലാം സന്തോഷം നിലനിർത്താൻ, സന്തതി സൗഭാഗ്യങ്ങളെല്ലാം വരുത്തുന്നതിന് വേണ്ടിയിട്ട്, അതുപോലെ തന്നെ പ്രണയിതാക്കൾക്ക്, അതുപോലെ വിവാഹം കഴിക്കാത്തവർക്ക്, വിവാഹം ആകാത്തവർക്ക് വിവാഹം വന്നു ചേരുന്നതിനൊക്കെ അനുകൂലമായ ദിവസമാണ്. അഷ്ടമി തിഥി ആയതുകൊണ്ട് എന്ത് കർമ്മം ചെയ്താലും ഫലമുണ്ടാവും. അപ്പോൾ ദുർഗാ ദേവിയെ പ്രാർത്ഥിക്കാൻ അഷ്ടമി നാളിൽ എന്തെങ്കിലും നിവേദ്യമൊക്കെ വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ എല്ലാവിധ സൗഭാഗ്യങ്ങളും കിട്ടും. വെളുപ്പോ ചന്ദന നിറത്തിലോ ഉള്ള വസ്ത്രം ധരിച്ചുകൊണ്ട് പ്രാർത്ഥനകൾ ചെയ്യുമ്പോൾ, ദുർഗാദേവി ശരണമഹം പ്രപദ്യേ എന്ന് വിളിക്കുമ്പോൾ, ദേവി മഹാത്മ്യത്തിലെ യാ ദേവി സർവഭൂതേഷു മാതൃരൂപേണ സംസ്ഥിത നമസ്തസ്യേ 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 നമോ നമ. അതുപോലെ നാരായണീ സ്തുതിയിലെ സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥ സാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമോസ്തുതേ. അത് വേണമെങ്കിലാവാം. അതുപോലെ തന്നെ ഏത് മന്ത്രത്തിലും അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ദുർഗേ നാരായണ, അമ്മേ ഭഗവതി, ദേവി ഭഗവതി, ലക്ഷ്മി ഭഗവതി, ദുർഗേ ഭഗവതി. അപ്പം അമ്മയെ ഏത് പേര് വിളിച്ചും നമുക്ക് പ്രാർത്ഥിക്കാം. മിക്കവാറും കുടുംബക്ഷേത്രങ്ങളിലേക്ക് ദുർഗാഭാവവും ഭദ്രാഭാവവും ഉണ്ട്. ഏറ്റവും കൂടുതൽ അവതാരമെടുത്ത ശ്രീപാർവതിയുടെ രൂപമാണ്. അമ്മയെ മനസ്സറിഞ്ഞ് വിളിക്കൂ, എല്ലാ സൗഭാഗ്യങ്ങളും നമുക്കുണ്ടാകും. ആ സൗഭാഗ്യങ്ങൾ നിലനിർത്തി കിട്ടുവാൻ അമ്മയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ. ഈ ദിവസം സൂര്യോദയം വന്നിരിക്കുന്നത് 5:57 AM സൂര്യാസ്തമനം വന്നിരിക്കുന്നത് 6:19 PM, രാഹുകാലം വന്നിരിക്കുന്നത് 7:29 മുതൽ 9:02 AM വരെയും, ഗുളികകാലം 1:40 മുതൽ 3:13 PM വരെയും, യമകണ്ഠകാലം 10:34 AM മുതൽ 12:07 PM വരെയുമാണ്. ചന്ദ്രാഷ്ടമം വന്നിരിക്കുന്നത് മിഥുന കൂറുകാർക്കാണ്. അപ്പം എല്ലാ സൗഭാഗ്യങ്ങളും നിലനിർത്തി കിട്ടുവാൻ അമ്മയെ പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് രാശിചക്രത്തിലേക്ക് കിടക്കാം. ഗ്രഹനില പ്രകാരം സൂര്യൻ മേടത്തിൽ ഉച്ചസ്ഥനായി നിൽക്കുന്നു. ഇന്ന് മേടമാസം 8 എല്ലാ സൗഭാഗ്യങ്ങളും നിലനിന്ന് നിൽക്കുന്ന ദിവസമാണ്. പിന്നെ ഉദയം വന്നിരിക്കുന്നത് മീനത്തിൽ ഉദയവും, പിന്നീട് പുലർച്ചെയാകുമ്പോൾ തന്നെ മേടത്തിലേക്ക് ഉദയം വരുന്നു. ചന്ദ്രൻ വരുന്നത് മകരൻ രാശിയിലാണ്, ചൊവ്വ വരുന്നത് കർക്കിടകം രാശിയിലാണ്, ബുധൻ വന്നിട്ട് മീനത്തിലും, ഗുരു ഇടവത്തിലും, ശുക്രനും മന്ദനും സർപ്പിയുമൊക്കെ വന്നിരിക്കുന്നത് മീനൻ രാശിയിലാണ്. പിന്നെ ഗുളികോദയം വന്നിരിക്കുന്നത് ചിങ്ങൻ രാശിയിലാണ്. കന്നിരാശിയിൽ കേതുവുമായി ഗ്രഹങ്ങൾ അവരുടെ സഞ്ചാരം തുടരുന്നു. ഈ ഗ്രഹനില പ്രകാരം 27 നക്ഷത്രക്കാർക്കും എന്തൊക്കെ ഗുണഫലങ്ങളാണ് ഉണ്ടാകുന്നത്? ആ ഗുണഫലങ്ങൾ നമുക്ക് പരദേവതയെ പ്രാർത്ഥിച്ചുകൊണ്ട്, ദുർഗാദേവിയെ പ്രാർത്ഥിച്ചുകൊണ്ട് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാം, എന്തൊക്കെ ശുഭഫലങ്ങൾ ഓരോ രാശിക്കാർക്കും ഉണ്ടാകുമെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം.
എല്ലാവർക്കും ഒരിക്കൽ കൂടി ദുർഗാദേവിയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ. ചോറ്റാനിക്കര ദുർഗാക്ഷേത്രമാണ്. അപ്പം അമ്മയുടെ അനുഗ്രഹത്താൽ എല്ലാവർക്കും എല്ലാവിധ സൗഭാഗ്യങ്ങളും വന്നു ചേരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമ്മൾ തുടങ്ങുകയാണ്. മേടം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം പണ്ഡിതന്മാരായിരിക്കുന്നവർക്കൊക്കെ അവരുടെ പാണ്ഡിത്യം പ്രകടിപ്പിക്കുന്നതിന് പറ്റുന്ന സാഹചര്യമുണ്ടാകും. പാണ്ഡിത്യം എന്ന് പറയുന്നത്, പണ്ഡിതത്വം എന്ന് പറയുന്നത് ജ്യോതിഷത്തിൽ പാണ്ഡിത്യം ഉണ്ടാവാം, അധ്യാപക രീതിയിൽ പാണ്ഡിത്യം ഉണ്ടാകാം, കർമ്മങ്ങളിൽ താന്ത്രിക കാര്യങ്ങളിൽ പാണ്ഡിത്യം ഉണ്ടാവാം. ഏത് നമ്മൾ ചെയ്യുന്ന കർമ്മ മേഖലയെക്കുറിച്ചും അഗാധമായ ആഴത്തിലുള്ള ജ്ഞാനം ഉള്ളവരെയാണ് പണ്ഡിതർ എന്ന് പറയുന്നത്. അങ്ങനെ ജ്ഞാനമുള്ളവർക്ക് കൂടുതൽ അറിയാൻ ആഗ്രഹിക്കുകയും ആ ആഗ്രഹത്തിനനുസരിച്ച് പരിശ്രമിക്കുകയും ചെയ്യുന്ന ഏതൊരാളും അവരുടെ കഴിവിനെ അംഗീകരിക്കപ്പെടുന്ന, അവർക്ക് എല്ലാവിധ പ്രോത്സാഹനവും അംഗീകാരവും ലഭിക്കുന്ന ദിവസമാണ് ഇത്. രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അവരാഗ്രഹിക്കുന്ന സ്ഥാനമാനങ്ങളും കീർത്തിയും ലഭിക്കും. പിതൃക്കളെയും ഗുരുജനങ്ങളെയും ആദരിക്കുവാൻ അവസരം വന്നു ചേരും. മറ്റുള്ളവരുടെ പ്രീതി ലഭിക്കുവാനുള്ള സാഹചര്യം വഴിയൊരുക്കും, അതിനുള്ള സാഹചര്യം ഉണ്ടാകും. സന്താന സൗഖ്യം വന്നു ചേരുന്നതാണ്. നിസ്വാർത്ഥമായ പ്രവർത്തനങ്ങൾക്ക് അല്പം പോലും സ്വാർത്ഥതയില്ലാതെ ഒരു കാര്യം ചെയ്യുമ്പോൾ ആ നിസ്വാർത്ഥമായ സേവനങ്ങൾക്ക് പരിപൂർണ അംഗീകാരം ലഭിക്കും. സന്താന ലബ്ധി, കുറേ വർഷമായി സന്താന പ്രാപ്തി ഇല്ലാത്തവർക്ക് സന്താന പ്രാപ്തി അല്ലെങ്കിൽ സന്താന ലബ്ധി ഉണ്ടാകുന്ന ദിവസമാണ്. തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ നല്ല രീതിയിൽ പൂർത്തീകരിക്കുവാൻ അവസരം വന്നു ചേരും. നമുക്ക് അവകാശപ്പെട്ട പിതൃസ്വത്തുക്കളോ സർക്കാരിൽ നിന്ന് എന്തെങ്കിലും ആനുകൂല്യങ്ങൾ കിട്ടാനുണ്ടെങ്കിൽ അതോ ലഭിക്കുന്നതിന് ഇടയാകും. സമ്പത്ത് അല്പസ്വല്പമായി വന്നു ചേരും. പേരും പ്രശസ്തിയും വർദ്ധിക്കും. വാഹനങ്ങൾ വാങ്ങുന്നതിനുള്ള സാധ്യതയുണ്ടാവും. ബന്ധുക്കളെ കൊണ്ടും വലിയ മോശമല്ലാത്ത ഒരു സൗഹൃദം നിലനിർത്തി കൊണ്ടുപോകുവാൻ സാധിക്കും. എന്നാൽ അഗ്നിഭയമോ അതായത് തസ്കര ഭയമോ വരാൻ സാധ്യതയുണ്ട്. അന്ന് സ്വിച്ചൊക്കെ ഇടുമ്പോൾ, അതുപോലെ തന്നെ ഗ്യാസ് ഓൺ ചെയ്യുമ്പോൾ കുക്കറൊക്കെ വാങ്ങി വെച്ചിട്ട് അതിന്മേലൊന്നൊക്കെ ചെന്ന് കൈമുട്ടാതെ ചന്ദനത്തിരി കത്തിച്ച് ആരതിയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ പോയി അറിയാതെ കൈമുട്ടാനൊന്നും ഇടവരാതെ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. ആചാര അനുഷ്ഠാനങ്ങൾ ഒരു ലോപവും വരുത്താൻ പാടില്ല. തിങ്കളാഴ്ച എല്ലാം, ഞായറാഴ്ച സൂര്യൻ്റെ ദിവസമാണെങ്കിൽ തിങ്കളാഴ്ച ചന്ദ്രൻ്റെ ദിവസമാണ്. ചന്ദ്രനെ നമ്മൾ അമ്മയായിട്ടാണ് കാണുന്നത്, സൂര്യനെ അച്ഛനും ചന്ദ്രനെ അമ്മയുമായിട്ടാണ് കാണുന്നത്. ഒരമ്മയ്ക്ക് എന്തെല്ലാം പരിഗണന കൊടുക്കാം. ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ ശക്തി അമ്മയാണെന്നുള്ള ആ സങ്കല്പത്തിൽ തന്നെ എല്ലാ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ കൃത്യമായി ചെയ്യുവാൻ മറക്കരുത്. സർപ്പപ്രീതി ചെയ്യാനായിട്ടും അതിന് സർപ്പദേവതകൾക്ക് അല്പം മഞ്ഞപ്പൊടിയൊക്കെ കൊടുക്കുന്നത് നല്ലതാണ്. കഴിയുന്നതും ദേവീക്ഷേത്രത്തിൽ ദർശനം നടത്താൻ സാധിക്കുമെങ്കിൽ ദർശനം നടത്തുക. ഈ കുടുംബ പരദേവതയെ സങ്കല്പിച്ച് ദീപം തെളിച്ച് ഇത് തന്നെയാണ് നമ്മുടെ ക്ഷേത്രം എന്ന് മനസ്സിൽ കണ്ട് ഹൃദയം തുറന്നു പ്രാർത്ഥിക്കുമ്പോൾ യാ ദേവി സർവഭൂതേഷു മാതൃരൂപേണ സംസ്ഥിത നമസ്തസ്യൈ 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 നമോ നമഃ. ഓം നമഃ ശിവായ. അതായത് നമ്മുടെ മുട്ടിന്, കാൽമുട്ടിനെയോ കൈമുട്ടിനെയോ ഒരു വട്ടം നമ്മൾ തന്നെ ഒന്ന് തലോടി വരുന്ന ആ സമയം കൊണ്ട് വേണം ഓം നമഃ ശിവായ ഒരു 108 പ്രാവശ്യം ഓം നമഃ ശിവായ ജപിക്കൂ. അവസാനം ശിവയേ നമ, ശിവയേ നമ, ശിവയേ നമ എന്നുകൂടി പ്രാർത്ഥിക്കുമ്പോൾ എല്ലാം പരിപൂർണമാകും. മേടൻ രാശിക്കാർക്ക് എല്ലാവിധ സൗഭാഗ്യങ്ങളും അനുഭവയോഗ്യമായി തീരട്ടെ. രാശിനാഥനായ സുബ്രഹ്മണ്യസ്വാമി, അമ്മയെ ഭജിക്കുന്നവർ, അമ്മയുടെ പ്രിയപുത്രന്മാരെ കൂടി അവർക്ക് ഗണപതി ഭഗവാനെയും സുബ്രഹ്മണ്യസ്വാമിയും കൂടി പ്രാർത്ഥിക്കുമ്പോൾ എല്ലാം കൂടുതൽ മംഗളമായി തീരും. ഇടവൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം
കഠിനമായ അധ്വാനത്തിനുള്ള സാഹചര്യം വന്നു ചേരുകയും ആ അധ്വാനത്തിൻ്റെ ഫലമായി പ്രതീക്ഷിച്ചതിലും അധികം പേരും പ്രശസ്തിയും സമ്പത്തും വന്നു ചേരും. കൃഷി ചെയ്യുന്നവർക്ക് കൃഷിയിൽ അല്പം പച്ചക്കറിയൊക്കെ അല്പം ധാരാളം ഉണ്ടായി വാഴയിലൊക്കെ നല്ല കൊലയൊക്കെ കുലച്ച് ഇപ്പോൾ വാഴക്കുലയോ എന്തെങ്കിലുമൊക്കെ റബ്ബർ അതുപോലെ തന്നെ ജാതിയൊക്കെ കൃഷി ചെയ്യുന്നവർക്ക് കൃഷിയിൽ നിന്നും ഒരുവിധം നല്ല വിളവ് പ്രതീക്ഷിക്കാം. വ്യവസായം വളരെ മെച്ചപ്പെടുന്ന ഒരു സാഹചര്യമാണ്. പല വിധത്തിലുള്ള നേട്ടങ്ങൾ, ഇപ്പോൾ പച്ചക്കറി ചീരയൊക്കെ നട്ട് പൈസ ഉണ്ടാക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ അച്ചിങ്ങ, ചെറിയ രീതിയിലുള്ള കച്ചവടമാണെങ്കിൽ പോലും വീട്ടിലേക്കുള്ള ആവശ്യങ്ങൾ കിട്ടിയാൽ തന്നെ അത് വളരെ സന്തോഷം തരുന്ന സമയമാണ്. പലവിധ നേട്ടങ്ങൾ വന്നു ചേരുന്ന സമയമാണ്. ബുദ്ധിയും വിദ്യയും പാണ്ഡിത്യവും ഒക്കെ തനിക്ക് കിട്ടിയ അറിവുകൾ വേണ്ട സമയത്ത് പ്രയോഗിക്കുവാനുള്ള അവസരം കിട്ടും. അപ്പോൾ തന്നെ നമുക്കതിനുള്ള ചെറിയ ചെറിയ അംഗീകാരം ലഭിക്കും. വിദ്യ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാനുള്ള സാഹചര്യം ഉണ്ടാകും. പാണ്ഡിത്യം, അതായത് ജ്ഞാനം, അത് വേണ്ട സമയത്ത് പ്രവർത്തിക്കാനുള്ള ഒരു കഴിവൊക്കെ നമ്മൾ പ്രയോഗിക്കുമ്പോൾ നമ്മൾക്ക് ഉയർന്ന തലത്തിൽ എത്താൻ സാധിക്കും. അതുപോലെ തന്നെ ആരാധനാലയങ്ങളിലൊക്കെ സന്ദർശനം നടത്താൻ, കുടുംബക്ഷേത്രത്തിലൊക്കെ സന്ദർശനം നടത്താനുള്ള സാധ്യത ഉണ്ടാകും. ഈ കുട്ടികൾക്കൊക്കെ വെക്കേഷൻ കാലമായതുകൊണ്ട് മൂകാംബിക പോലെയുള്ള ക്ഷേത്രങ്ങളിലൊക്കെ, ഓരോ ക്ഷേത്രങ്ങളിലും വൈശാഖം തുടങ്ങിയിരിക്കുകയാണ്. പുണ്യമാസമാണ്. അപ്പോൾ വൈശാഖം എന്ന് പറയുമ്പോൾ തന്നെ പുണ്യകാലമാണ്. അപ്പോൾ തീർച്ചയായിട്ടും വൈശാഖ മാസത്തിൽ ക്ഷേത്രദർശനം അല്പം വിശേഷം തന്നെയാണ്. കഴിയുന്നവരൊക്കെ അത് ചെയ്യാനായിട്ട് സാധിക്കുക. എല്ലാവിധ സൗഭാഗ്യങ്ങളും നിലനിർത്താൻ പറ്റും. അതുപോലെ തന്നെ മറ്റുള്ളവരുടെ സഹായം ചിലപ്പോൾ വേണ്ടി വരികയാണെങ്കിൽ യാതൊരു മടിയും കൂടാതെ സഹായം അഭ്യർത്ഥിക്കുകയും പരസ്പര സഹായ സഹകരണങ്ങൾ ചെയ്യുകയും ചെയ്യുക. മുഖം നോക്കാതെ പരുഷമായി സംസാരിക്കേണ്ടതായി വരുന്ന സാഹചര്യത്തിൽ മനസ്സിലുള്ളത് പുറത്ത് കാണിക്കാതെ അല്പം മയത്തിൽ സംസാരിച്ച്, എന്നാൽ കാര്യം മറ്റുള്ളവർക്ക് ബോധ്യപ്പെടുന്ന രീതിയിൽ തന്നെ കാര്യം പറയുവാനായിട്ട് ശ്രമിക്കണം. ദുർജനങ്ങളുമായിട്ടുള്ള എല്ലാ കൂട്ടുകെട്ടുകളും മനസ്സിലാക്കി പെട്ടെന്ന് അർത്ഥമുറിക്കാതെ മയത്തിൽ കൈകാര്യം ചെയ്ത് ആ ദുർജന സംസർഗം ഒഴിവാക്കണം. യാത്രാക്ലേശമൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് യാത്രയ്ക്ക് മുമ്പ് വേണ്ട കരുതലെടുക്കുക. അതുപോലെ നേത്രരോഗമോ ഒക്കെ വരാനുള്ള സാധ്യതയുണ്ട്. കണ്ണൊക്കെ നന്നായിട്ട്, മുഖമൊക്കെ നന്നായി കഴുകുക. വേണ്ടത്ര പച്ചക്കറിയൊക്കെ കഴിക്കുക. മഹാവിഷ്ണു ക്ഷേത്രത്തിലൊക്കെ കഴിയുന്നത്രയും വഴിപാടുകളൊക്കെ, കാരണം വൈശാഖ മാസം തുടങ്ങുമ്പോൾ ശ്രീ വിഷ്ണു ഭഗവാനെ പ്രാർത്ഥിക്കുന്നത് നല്ലതാണ്. ഏതെങ്കിലും ഒരു ദേവതാ പ്രീതി വരുത്ത ദുർഗാദേവിയെ പ്രാർത്ഥിക്കുന്നതോടൊപ്പം തന്നെ അമ്മയെ നാരായണ വിളിക്കുമ്പോൾ തന്നെ ചോറ്റാനിക്കര അമ്മയൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ അമ്മയുടെയും ഭഗവാന്റെയും അനുഗ്രഹം ഒരുമിച്ച് ലഭിക്കും. എല്ലാ സൗഭാഗ്യങ്ങളും അനുഭവയോഗ്യമാകുന്നതിന് ഭഗവതിയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ. രാശിനാഥയായ മഹാലക്ഷ്മിയെ കൂടി പ്രാർത്ഥിക്കുമ്പോൾ ആ ദിവസം കൂടുതൽ അർത്ഥപൂർണമായി തീരും. മിഥുനം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വിദ്യാർത്ഥികൾക്ക് അവരുടെ യോഗ്യതയ്ക്കനുസരിച്ചിട്ടുള്ള പഠനത്തിനുള്ള സാധ്യത തെളിഞ്ഞവരും ഇഷ്ടവിഷയങ്ങൾ തിരഞ്ഞെടുത്ത് പഠിക്കുവാനുള്ള ചോയ്സ് ലഭിക്കുന്നതാണ്. പഠന കാര്യത്തിൽ ഒരു അലസതയും കാണിക്കാതെ ഇഷ്ടപ്പെട്ട വിഷയം തിരഞ്ഞെടുത്ത് കിട്ടി എന്നുള്ളത് കൊണ്ട് തന്നെ അതിന് വേണ്ട മുന്നൊരുക്കങ്ങളെല്ലാം ഗൂഗിളിലൂടെയോ ഉയർന്നവരുടെയോ പരിചയസമ്പന്നരുടെയോ ഒക്കെ അനുഭവങ്ങൾ കേട്ട് അവരുടെയൊക്കെ അഭിപ്രായത്തോടുകൂടി പുതിയ വിഷയം സെലക്ട് ചെയ്ത് പഠിക്കുന്നത് എല്ലാവിധ നന്മകളും നിലനിർത്തുന്നതിന് സഹായകമാകും. നൂതനങ്ങളായ ഗാർഹികോപകരണങ്ങൾ വന്നു ചേരുവാനുള്ള സാധ്യതയുണ്ട്. പൂർവിക സ്വത്തുക്കളുടെ കാര്യത്തിലൊക്കെ ഒരു തീരുമാനമുണ്ടാകും. ഏർപ്പെടുന്ന സംരംഭങ്ങളൊക്കെ തടസ്സമൊന്നുമില്ലാതെ മുന്നോട്ട് പോകാനുള്ള വഴി മാർഗം അമ്മ തെളിച്ചു തരും. അതുപോലെ തന്നെ വാക് സാമർഥ്യവും ഔദാര്യവും മറ്റുള്ളവരുടെ പ്രശംസയ്ക്ക് കാരണമാകും. പലതരത്തിലുള്ള ക്ലേശങ്ങളും അനർത്ഥങ്ങളും ഒക്കെ ഒഴിവാക്കി, കാര്യതടസ്സമൊക്കെ ഒഴിവാക്കി മുന്നോട്ട് പോകുവാനുള്ള ഒരു ചങ്കൂറ്റം നമ്മൾ തന്നെ പ്രകടിപ്പിക്കണം. എല്ലാത്തിനും അമ്മ ദുർഗാദേവി കൂടെയുണ്ടെന്നുള്ള വിശ്വാസത്തിൽ മുന്നോട്ട് പോകണം.
ധനനഷ്ടമൊക്കെ വരാതിരിക്കാൻ വേണ്ട രീതിയിൽ പണം വിനിയോഗം ചെയ്യുന്നത് നന്നായിരിക്കും. പുത്രന്മാരുടെ അഭിപ്രായ വ്യത്യാസത്തെ മാനിക്കാതെ അവരെ വെറുതെ ചീത്ത പറയാൻ മാത്രം ചെയ്തു കഴിഞ്ഞാൽ അവരുടെ നാശമൊക്കെ വന്ന് കാണേണ്ടതായ ഒരു സാഹചര്യം വരും. അതിനൊന്നും വഴിയൊരുക്കരുത്. ബന്ധുനാശവും പുത്രനാശവും ഒക്കെ നമ്മൾ തന്നെ വരുത്തുന്നതാണ്. നമ്മളുടെ ചില വാക്കുകൾ മറ്റുള്ളവർക്ക് എത്രമാത്രം വേദന വരുമെന്നുള്ളത് ഒന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. നമ്മളെ ആരെങ്കിലും ചീത്ത പറഞ്ഞാൽ നമ്മൾക്കുണ്ടാകുന്നതിനേക്കാൾ 100 ഇരട്ടി വേദന നമ്മൾ സ്നേഹിക്കുന്ന നമ്മുടെ മക്കളെക്കുറിച്ച് നമ്മളായിട്ട് ഒരിക്കലും പഴി പറയരുത്. അവർ ചെയ്യുന്ന ഓരോ ചെറിയ കാര്യങ്ങളെയും പ്രോത്സാഹിപ്പിക്കുകയും അംഗീകരിക്കുകയും അവരിൽ ആത്മവിശ്വാസം വളർത്തുകയും ചെയ്യുമ്പോൾ അവൻ്റെ കുറവുകളെല്ലാം എൻ്റെ കുറവുകളാണ് എന്ന് മനസ്സിലാക്കി ആ കുറവുകൾ പരിഹരിക്കാൻ ഓരോ മാതാവും ശ്രമിക്കുമ്പോൾ ഈ പ്രപഞ്ചത്തിൽ ഒരു കുട്ടികളും മോശം കുട്ടികളായി മാറില്ല. രക്ഷിതാക്കളുടെ സമയോചിതമായ ഇടപെടലുകളും അധ്യാപകരുമായിട്ടുള്ള നിരന്തര സമ്പർക്കവും കുട്ടികളുടെ വഴിതെറ്റിപ്പോലൊക്കെ ഒഴിവാക്കുന്നതിന് സഹായകമാകും. ഇടയ്ക്കിടയ്ക്ക് കൗൺസിലിംഗ് ആവശ്യമാണെങ്കിൽ അതിനനുയോജ്യമായ കൗൺസിലർമാരെ കണ്ട് അവരുമായി കുട്ടിയുടെ കാര്യങ്ങൾ അവരെ ഒരിക്കലും മോശമാക്കി സംസാരിക്കാതെ അവരുടെ കരിയർ മുന്നോട്ട് കൊണ്ടുപോകാൻ എന്തൊക്കെ സഹായം തേടണമെന്ന് കണ്ടെത്തി മുന്നോട്ട് പോകുമ്പോൾ കുട്ടികൾ ഏറ്റവും നല്ല കുട്ടികളായി ദിശാബോധമുള്ള കുട്ടികളായി വളരും. അപവാദമൊന്നും കേൾക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അനാവശ്യമായ കോപമൊക്കെ ഒഴിവാക്കുന്നത് നന്നായിരിക്കും. ദേഷ്യം വരുന്ന സമയത്ത് നമഃശിവായ ജപിച്ച് മനസ്സിനെ ശാന്തമാക്കുക. വല്ലാതെ പതിവിലും അധികം ദേഷ്യം വരുന്നുണ്ടെങ്കിൽ തൊട്ടടുത്ത ശിവക്ഷേത്രത്തിൽ ജലധാര നടത്തിയിട്ട് ആ തീർത്ഥം ഒന്ന് നെറുകയിലൊഴിച്ച് തലയൊന്ന് തണുപ്പിക്കുമ്പോൾ എല്ലാം ശാന്തമായി തീരും. അസംതൃപ്തമായ അനുഭവങ്ങളൊക്കെ എന്തെങ്കിലും വരികയാണെങ്കിൽ തന്നെ സംതൃപ്തിക്കുള്ള വഴി കണ്ടെത്തുക. അകാരണമായ കലഹമെല്ലാം ഒഴിവാക്കുക. വെറുതെ ഒന്ന് ചുറ്റിക്കറങ്ങിയിട്ട് വരട്ടെ എന്ന് പറഞ്ഞ് കുരുക്കിലൊന്നും ചെന്ന് പെടാതിരിക്കുക. സ്ഥാനഭ്രംശം വരാൻ സാധ്യതകളുണ്ട്. ജോലിയിൽ വളരെ ശ്രദ്ധിച്ച് കാര്യങ്ങൾ ചെയ്യുക. തന്നേക്കാൾ കഴിവുള്ളവർ പുറത്തുണ്ട്. അവർ തൻ്റെ സ്ഥാനം തട്ടിയെടുക്കാൻ ശ്രമിക്കും. അതുകൊണ്ട് ഞാൻ എൻ്റെ സ്ഥാനം ഉറപ്പിക്കണമെന്ന് വിശ്വസിച്ച് കൊണ്ട് കർമ്മങ്ങൾ ചെയ്യുമ്പോൾ ആ കർമ്മത്തിന് കൂടുതൽ ഫലമുണ്ടാകും. നേത്രം, ശിരസ് ഇവിടെയൊക്കെ അല്പം നേത്രവേദന, കണ്ണ് രോഗമോ അല്ലെങ്കിൽ കണ്ണിന് സ്ട്രെയിനോ ഒക്കെ വരാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തലയ്ക്ക് പുകച്ചിലൊക്കെ വരുവാണെങ്കിൽ തീർത്ഥജലം വാങ്ങിയിട്ട് ശിരസിൽ ഒഴിക്കുന്നത് നല്ലതാണ്. ഇടയ്ക്കൊന്ന് കുളിക്കാൻ പറ്റുമെങ്കിൽ ഒന്ന് കുളിക്കുന്നത് നല്ലതാണ്. ജോലി കഴിഞ്ഞ് വന്ന ഉടനെ തന്നെ ഒന്ന് കുളിച്ച് ഫ്രഷപ്പ് ആവുമ്പോൾ ഒരു മനസ്സിന് സന്തോഷവും സമാധാനവും ലഭിക്കും. എല്ലാവിധ സന്തോഷവും ലഭിക്കുന്നതിനായി നമഃശിവായ ജപിക്കുകയാണ് ഏറ്റവും ഉത്തമം. ഓരോ പ്രാവശ്യവും നമഃശിവായ ഒരു ചടങ്ങായി ചെയ്യാതെ ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ. അതായത് ഒരു കാൽമുട്ടിനെ നമ്മുടെ കൈകൊണ്ടൊന്ന് തഴുകി വരുന്ന സമയം, ഒരറ്റം തൊട്ട് മറ്റേ അറ്റം വരെ നമ്മൾ തഴുകി തലോടിയെടുക്കുന്ന സമയമാണ് ഓരോ നമഃശിവായ ജപിക്കുന്നതിനും. അങ്ങനെ പറ്റുന്നത്രയും നമഃശിവായ ജപിക്കൂ. 108 ജപിച്ചാൽ ഏറ്റവും ഉത്തമമാണ്. ഏതെങ്കിലും ഒരു ക്ഷേത്ര സങ്കേതത്തിൽ വെച്ച് തുടങ്ങിയാൽ അല്ലെങ്കിൽ പൂജാമുറിയിൽ വെച്ച് തുടങ്ങുമ്പോൾ അതാണ് എല്ലാവിധ മഹാമന്ത്രമാണ്. ആ മന്ത്രം ജപിക്കുമ്പോൾ എല്ലാ കോപതാപങ്ങളും മാറി കിട്ടും. അതുകൊണ്ട് ദശാനാഥനായ ശ്രീകൃഷ്ണ ഭഗവാനെ ഓം നമോ ഭഗവതേ വാസുദേവായ ജപിച്ചാലും ശ്രീകൃഷ്ണ ഭഗവാൻ എപ്പോഴും ശിവഭഗവാനെ പ്രാർത്ഥിക്കുന്നത് ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ നമഃശിവായ ജപിക്കുമ്പോൾ എല്ലാ സൗഭാഗ്യങ്ങളും നിലനിന്ന് കിട്ടും. കർക്കിടകൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഉയർന്ന അധികാര പദവിയോ സ്ഥാനമാനങ്ങളോ ഒക്കെ ലഭിക്കുവാനുള്ള സാധ്യത കാണുന്നു. ധനലാഭം കുറച്ച് പണമെങ്കിലും വന്നു ചേരുവാനുള്ള സാധ്യതയുണ്ട്. ലോട്ടറി ഭാഗ്യവുമാണെങ്കിലാവാം, ഷെയർ ട്രേഡിങ്ങിലൂടെയൊക്കെ ആവാം. എന്തായാലും അല്പം ധനം വരുമ്പോൾ സന്തോഷിക്കുകയും ധനനഷ്ടം വരുമ്പോൾ വിഷമിക്കുകയും വേണ്ട. ഇത് ഒരു ഡെയിലി പ്രോസസ്സാണ്. വരവും ചിലവും എപ്പോഴും ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. അത് നമ്മൾക്ക് മനസ്സിൽ
സന്തോഷത്തെ ബാലൻസ് ചെയ്യാനുള്ള ഒരു മാർഗം തന്നെയാണ്. പുതിയ ഭവനത്തിൻ്റെ നിർമ്മാണത്തിനായി പൈസ ചെലവഴിക്കും, അത് അതിനുള്ള നല്ല സമയം കണ്ടെത്തുകയും ചെയ്യും. കുടുംബാംഗങ്ങൾക്ക് സന്തോഷവും സമാധാനവും വന്നു ചേരും. അതുപോലെ തന്നെ സാഹിത്യ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് നല്ല സമയമാണ്. ഉന്നതന്മാരുടെ പ്രശംസ ഏറ്റുവാങ്ങുന്നതിനുള്ള സാഹചര്യം ഉണ്ടാവും. ഗുരുക്കന്മാരുടെ അനുഗ്രഹം വന്നു ചേരുന്ന സമയമാണ്. എന്തെങ്കിലും ഗ്രന്ഥങ്ങളൊക്കെ എഴുതിയിട്ടുണ്ടെങ്കിൽ, ഒന്നും വേണ്ട ഒരു കവിതയെങ്കിലും എഴുതിയിട്ടുണ്ടെങ്കിൽ അത് പ്രസാദകം ചെയ്യുന്നതിനുള്ള അല്ലെങ്കിൽ പ്രകാശനം ചെയ്യുന്നതിനുള്ള സമയമാണ്. അതിനുള്ള അവസരം വന്നു ചേരും. പ്രശസ്തിയും കീർത്തിയും അതുപോലെ അംഗീകാരവും ഒക്കെ ലഭിക്കുവാനുള്ള സാധ്യത കാണുന്നു. മറ്റുള്ളവരെ സഹായിക്കാനുള്ള പരോപകാര തൽപരത വർദ്ധിക്കുന്ന സമയമാണ്. ഏറെ കാലമായി അവരെ ഒന്ന് കണ്ടുമുട്ടിയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചിരുന്ന സുഹൃത്തുക്കളെ കണ്ടുമുട്ടുന്നതിനുള്ള സാഹചര്യം, അവരുമായ സൗഹൃദം ഒന്ന് പുതുക്കുന്നതിനുള്ള സാഹചര്യവും വന്നു ചേരും. ദൂരെയുള്ള ബന്ധുക്കളുമായി കൂടിച്ചേരുന്നതിനുള്ള സാഹചര്യം വന്നു ചേരും. എല്ലാ സൗഹൃദവും പരിമിതിക്കുള്ളിൽ നിർത്തുവാൻ ശ്രമിക്കണം, അമിതമാവാതിരിക്കുവാൻ. അമിതമായാൽ അമൃതം വിഷം എന്നുള്ളതുപോലെ സൗഹൃദത്തിൻ്റെ കാര്യത്തിലൊക്കെ പ്രത്യേകം അധികം നമ്മുടെ ഉള്ളിലുള്ള കാര്യങ്ങളെല്ലാം മറ്റുള്ളവരോട് പറയാതിരിക്കുക. ഒരു നല്ല കേൾവിക്കാരായിരിക്കുന്നത് ഏറ്റവും നല്ലതാണ്. വ്യവസായം വ്യാപാരവേലയിൽ ഏർപ്പെടുമ്പോൾ നല്ല ലാഭവും വരുമാനവും പ്രതീക്ഷിക്കാം. അമിതമായ ചെലവ് സാമ്പത്തിക പരാധീനത ഉണ്ടാക്കും. അതുകൊണ്ട് തന്നെ വരവറിഞ്ഞ് ചെലവ് ചെയ്യുകയും അല്പം പണം മാറ്റിവെക്കുകയും ചെയ്യുമ്പോൾ ഈ പണത്തിൻ്റെ സാമ്പത്തിക പ്രതിസന്ധി കൊണ്ട് ആത്മഹത്യ ചെയ്യേണ്ട സാഹചര്യങ്ങളൊക്കെ നമ്മളായി സൃഷ്ടിക്കുന്നതാണ്. അതുകൊണ്ട് അതിനുള്ള സാഹചര്യം വരുത്താതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. വിശ്രമമില്ലാത്ത അധ്വാനം ആരോഗ്യ പ്രശ്നങ്ങൾ വരും. അപ്പോൾ ഇടയ്ക്കൊന്ന് വിശ്രമിക്കുന്നത് നല്ലതാണ്. ഇണയുമായി അഭിപ്രായ വ്യത്യാസം വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ശാരീരിക അസ്വാസ്ഥ്യമൊക്കെ മാറിക്കിട്ടും. ഇടയ്ക്കൊരു ദീർഘനിശ്വാസമൊക്കെ വിടുന്നത് നന്നായിരിക്കും. മേലധികാരികളുടെ നീരസം അത്ര സീരിയസ് ആയി എടുക്കേണ്ട. ചില അഭിപ്രായ വ്യത്യാസവും സഹജമാണ്. ഈ പറഞ്ഞവർ തന്നെ നമ്മളെ കൊണ്ട് നല്ലത് പറയിക്കും, അതിന് ഞാൻ ശ്രമിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് നല്ലതുപോലെ പ്രവർത്തനങ്ങൾ ചിട്ടപ്പെടുത്തി ചെയ്യുമ്പോൾ അംഗീകാരം പ്രശസ്തിയും നമ്മളെ തന്നെ തേടിയെത്തും. അകാരണമായി കോപമോ ദേഷ്യമോ വരുമ്പോൾ നമഃശിവായ ജപിച്ച് മനസ്സിനെ ശാന്തമാക്കണം. അല്ലെങ്കിൽ ശ്രദ്ധ മറ്റൊന്നിലേക്കൊന്ന് തിരിച്ച് ആ ദേഷ്യ സ്ഥലത്ത് നിന്ന് ഒരു സെക്കൻഡ് ഒന്ന് മനസ്സിനെ മാറ്റാനായി ശ്രമിക്കുക. അപ്പോൾ മനസ്സ് ഇഷ്ടപ്പെട്ട വിഷയങ്ങളിലേക്ക് ഒരു സമയം മനസ്സൊന്ന് മാറുമ്പോൾ ദേഷ്യവും കോപവും എല്ലാം തണുത്ത് സന്തോഷവും സമാധാനവും ഒക്കെ നിലനിൽക്കും. അതുപോലെ തന്നെ രാശിനാഥയായ ദുർഗാദേവിയെ മനസ്സറിഞ്ഞ് വിളിക്കുമ്പോൾ ഏത് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും നല്ല ഒരു സന്തോഷവും സമാധാനവും സർവ്വ ഐശ്വര്യവും വന്നു ചേരുന്ന സമയമാണ്. സന്താനങ്ങളുടെ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ കാണിക്കേണ്ട ദിവസമാണ്. എല്ലാവിധ സൗഭാഗ്യങ്ങളും നിലനിർത്തുവാൻ ദുർഗാദേവിയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ. ചിങ്ങൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഉയർന്ന വിദ്യാഭ്യാസവും ഇഷ്ടവിഷയ പഠനത്തിനുള്ള സാഹചര്യവും കുട്ടികൾക്ക് വന്നു ചേരുന്നതാണ്. അത് കുട്ടികൾക്ക് മാത്രമല്ല, ഉയർന്ന തലത്തിലുള്ള വിദ്യ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും അതിനുള്ള സാഹചര്യം വന്നു ചേരും. പല വിധത്തിൽ ധനാഗമം വന്നു ചേരുന്നതാണ്. അതിനുള്ള മാർഗം നമ്മൾ തന്നെ കണ്ടെത്തി അത് പോഷിപ്പിച്ചെടുക്കേണ്ടതാണ്. അധികാര പദവി ദുർവിനിയോഗം ചെയ്യാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. പദവി ഇതൊരു അനുഗ്രഹമായി തീരണം, ഒരിക്കലും അതൊരു ശാപമായി തീരരുത്. വാഹനം വാങ്ങുന്നതിനുള്ള യോഗമുണ്ട്. അനുയോജ്യമായ വാഹനം തിരഞ്ഞെടുക്കുവാനും അത് രജിസ്റ്റർ ചെയ്യുവാനും ഒക്കെയുള്ള സാഹചര്യം വന്നു ചേരും. മറ്റുള്ളവരിൽ നിന്ന് സന്തോഷം തരുന്ന അനുഭവങ്ങൾ ഉണ്ടാവും. കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പുതിയ പുതിയ അവസരങ്ങൾ തേടിയെത്തും. അതുപോലെ തന്നെ ബഹുമതി തേടിയെത്തും. വിനയാന്വിതമായ പെരുമാറ്റത്താൽ പിതൃതുല്യവരായവരുടെയും ഗുരുക്കന്മാരുടെയൊക്കെ അംഗീകാരവും അവരുടെ അനുഗ്രഹവും പ്രോത്സാഹനവും ശിരസിൽ കൈവച്ചുകൊണ്ടുള്ള അനുഗ്രഹമൊക്കെ ലഭിക്കുമ്പോൾ, നല്ല വാക്കുകൾ കേൾക്കുമ്പോൾ അതൊക്കെ നമുക്ക് വലിയ മുതൽക്കൂട്ട് തന്നെയാണ്. ഗൃഹത്തിൽ വിവാഹം തുടങ്ങിയ മംഗളകർമ്മങ്ങൾ നടക്കുന്നതിനുള്ള യോഗം കാണുന്നു. അല്ലെങ്കിൽ മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കാൻ വീട്ടിൽ നടക്കുകയോ മറ്റുള്ളവിടെയെങ്കിലും നടക്കുന്നിടത്ത് പങ്കെടുക്കാനുള്ള യോഗം കാണുന്നു. ഇതൊക്കെ ഒരു ഭാഗ്യമായി കരുതുക. ബുദ്ധിപൂർവമായ
ഇടപെടലുകൾ കാരണം ഏർപ്പെടുന്ന കാര്യങ്ങളിലെല്ലാം വിജയം വന്നു ചേരുവാനുള്ള യോഗമുണ്ട്. ആ യോഗം നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്തുക. അപ്രതീക്ഷിതമായ വ്യവഹാരത്തിൽ ഏർപ്പെടുത്തേണ്ടി വരുമ്പോഴൊക്കെ വേണ്ടത്ര കരുതലുകൾ ആവശ്യമാണ്. വേണ്ടപ്പെട്ടവരുമായി ആ മേഖലയിലുള്ളവരുമായി അഭിപ്രായ ഐക്യമുണ്ടാക്കണം. അവരുടെ അഭിപ്രായം തേടുന്നത് നല്ലതാണ്. അമിതമായ പിഴപണ ചിലവിനെ നിയന്ത്രിക്കണം. തസ്കര ഭയം വരാതിരിക്കാൻ, അഗ്നിഭയമൊക്കെ വരാതിരിക്കാൻ പ്രത്യേകം കരുതലുകൾ എടുക്കണം. ക്ഷുദ്രജീവികളുടെ ആക്രമണങ്ങളൊന്നും ഉണ്ടാവാതിരിക്കാനും ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. കളത്ര പുത്ര, അതുപോലെ അമ്മമാരുടെയൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങൾ വരും. അവരുടെയൊക്കെ ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കാൻ പറ്റാതെ വിഷമിക്കേണ്ട സാഹചര്യം വരും. ഇണയുമായി അഭിപ്രായ വ്യത്യാസം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. കുട്ടികളുടെ ആവശ്യങ്ങളെല്ലാം നിറവേറ്റി കൊടുക്കാൻ പറ്റാതെ അവരും ചിലപ്പോൾ ഒന്ന് മുഖമൊക്കെ തിരിച്ചു കാണിക്കുമ്പോൾ ഇന്നല്ലെങ്കിൽ നാളെ മക്കളെ കാര്യമൊക്കെ ശരിയാക്കി തരാം, എല്ലാവരും എൻ്റെ പരിഗണനയിലുണ്ട്, ഓരോരുത്തർക്കും അവരർഹിക്കുന്ന രീതിയിലുള്ള അംഗീകാരം തന്നുകൊണ്ട് തന്നെ നിങ്ങളുടെ ആവശ്യങ്ങളൊക്കെ നടത്തിത്തരാം, അല്പം കാത്തിരിക്കാൻ പറയുക. നല്ല വാക്കുകളിലൂടെ അവർക്ക് നമ്മളെ ഉള്ളോ ചോദിക്കാൻ, അതുകൊണ്ട് തന്നെ അവരുടെ ആഗ്രഹത്തെ മാനിക്കുവാൻ ശ്രമിക്കുക. വെറുതെ ദേഷ്യപ്പെടാതിരിക്കുക. ദേഷ്യം കൊണ്ട് ഇന്ന് വരെ ആർക്കും ഒന്നും നേടാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് ദേഷ്യം വരാതിരിക്കുവാനായി നമഃശിവായ ജപിക്കുന്നത് ഏറ്റവും നന്നായിരിക്കും. എല്ലാവിധ ഐശ്വര്യവും നിലനിർത്തുവാൻ മേടൻ രാശിയിൽ സൂര്യൻ ഉച്ചസ്ഥനായി നിൽക്കുമ്പോൾ ചന്ദ്രനെ അമ്മയെ കൂടി പ്രാർത്ഥിച്ചുകൊണ്ട് ദുർഗാദേവിയെ മനസ്സറിഞ്ഞ് പ്രാർത്ഥിച്ച് എല്ലാ സൗഭാഗ്യവും നിലനിർത്തുവാൻ ശ്രമിക്കൂ. വൈശാഖ മാസമായതുകൊണ്ട് ക്ഷേത്ര ദർശനവും കുടുംബ പരദേവതയ്ക്ക് ദീപം തെളിച്ച് പ്രാർത്ഥിക്കലുമൊക്കെ ആ സൗഭാഗ്യങ്ങൾ നിലനിർത്തുന്നതിന് സഹായകമാകും. കന്നിക്കൂറ് ധനധാന്യ സമൃദ്ധിയും ഗ്രഹോപകരണങ്ങളും ഒക്കെ. ധനധാന്യ സമൃദ്ധി എന്ന് പറഞ്ഞാൽ പലതരത്തിലുള്ള ധനം വന്നു ചേരുന്നതിനുള്ള സാഹചര്യം വന്നു തരും. ധാന്യങ്ങൾ, പയറ്, അതുപോലെ തന്നെ ഇതൊക്കെയുള്ള ചെറിയ ചെറിയ കൃഷിയിൽ നിന്നൊക്കെ കുറച്ച് വിത്തുകളൊക്കെ, എള്ള്, പയറ് തുടങ്ങിയവയൊക്കെ നമുക്ക് കൃഷി ചെയ്തുണ്ടാക്കാനായിട്ട് സാധിക്കും. ഉഴുന്നൊക്കെ കൃഷി ചെയ്ത് ഉണ്ടാക്കും. കടുകൊക്കെ തുടങ്ങിയ അത്യാവശ്യ സാധനങ്ങളൊക്കെ കൃഷി ചെയ്തുണ്ടാക്കാനായിട്ട് സാധിക്കും. അല്ലെങ്കിൽ ആരെങ്കിലും സംഭാവനയായിട്ട് നമുക്ക് തരുവാനുള്ള സാധ്യതയുണ്ട്. ധനം പല വിധത്തിൽ ധനം വന്നു ചേരുന്നതിനുള്ള യോഗം കാണുന്നുണ്ട്. ഗ്രഹോപകരണങ്ങൾ വാങ്ങി ഗ്രഹത്തിലെ ഐശ്വര്യം വർദ്ധിപ്പിക്കുന്നതിന് സാധിക്കുന്നു. ഒരു ചെറിയൊരു കിണ്ടി വാങ്ങാൻ തന്നെ സാധിച്ചാൽ, ഒരു ചെറിയ തട്ടം വാങ്ങുവാൻ സാധിക്കുമ്പോൾ, ഓരോ പ്രാവശ്യവും ഓരോരോ ആവശ്യങ്ങൾ വാങ്ങിയുമ്പോൾ തന്നെ ഗൃഹത്തിലേക്ക് ആവശ്യമുള്ള എല്ലാ സാധന സാമഗ്രികളും വന്നു ചേരും. അതുപോലെ തന്നെ കുടുംബാംഗങ്ങളുമായി നല്ല രീതിയിൽ സഹകരിച്ച് പ്രവർത്തിക്കാനുള്ളൊരവസരം വന്നു ചേരും. സന്താനങ്ങളെ കൊണ്ട് എല്ലാവിധ സന്തോഷവും അനുഭവിക്കുവാനുള്ള യോഗം വന്നു ചേരും. ഇഷ്ടവിഷയങ്ങൾ പഠിക്കാൻ അവർക്ക് അംഗീകാരം ലഭിക്കും. അതിനനുസരിച്ചിട്ട് കാര്യങ്ങൾ പ്ലാൻ ചെയ്തുകൊണ്ട് അവർക്ക് അഡ്മിഷൻ എടുക്കാൻ വേണ്ട ഏർപ്പാടുകൾ ചെയ്യുന്നത് നന്നായിരിക്കും. മേലധികാരികളുടെ വിശ്വാസം നിലനിർത്തിക്കൊണ്ടു പോകുവാൻ സാധിക്കും. സ്ഥലമാറ്റം വരുമ്പോൾ ഇഷ്ടപ്പെട്ട സ്ഥലത്തേക്ക് സ്ഥലമാറ്റം കിട്ടുവാൻ പ്രാർത്ഥിക്കുന്നത് നന്നായിരിക്കും. ആൾപ്പാർപ്പ് കുറഞ്ഞ സ്ഥലത്തേക്ക് ചിലപ്പോൾ മാറേണ്ടതായ സാഹചര്യം വരുവാണെങ്കിൽ കുറച്ചു കാലത്തേക്ക് അതും ഒരു ഗുണമായി തന്നെ കണ്ടെത്തി ആ അഭിപ്രായത്തെ മാനിക്കുന്നത് നന്നായിരിക്കും. മറ്റുള്ളവരുടെ കാര്യത്തിൽ അകാരണമായി ഇടപെട്ട് മാനസിക ബുദ്ധിമുട്ടുകൾ വരാത്താതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ആവശ്യമായ സമയത്ത് മാത്രം അധികം സംസാരിക്കുന്നത് നല്ലതാണ്. പലപ്പോഴും കേൾവിക്കാരായി മാത്രം നിൽക്കുന്നതാണ് എപ്പോഴും നല്ലത്. എന്ത് കാര്യത്തിലും ഈ കർക്കശ സ്വഭാവം ഒഴിച്ചു നിർത്തിക്കൊണ്ട് വളരെ പിടിവാശിയൊക്കെ ഒന്ന് മാറ്റി ഒന്ന് അയഞ്ഞ് പ്രവർത്തിക്കുമ്പോൾ അത് മറ്റുള്ളവർ നമ്മളെക്കുറിച്ച് എന്ത് ധരിക്കുമെന്നുള്ളതിനേക്കാളേറെ നമ്മൾ അവരെക്കുറിച്ച് ശരിക്കറിഞ്ഞ് പ്രവർത്തിക്കുക എന്നുള്ളതാണ് ഏറ്റവും നല്ലത്. അതിനനുസരിച്ച് പ്രവർത്തിക്കുവാനുള്ള ആർജവം ഉണ്ടാവട്ടെ. പ്രതിഷേധത്തെ നേരിടേണ്ടി വരുന്ന സാഹചര്യങ്ങളെല്ലാം ആരുടെയും പ്രതിഷേധം ഏറ്റുവാങ്ങാതെ അവരുമായി സമവായത്തിലെത്തുന്നത് ഏറ്റവും നന്നായിരിക്കും. സുഖകരമല്ലാത്ത ശാരീരിക ആരോഗ്യം അല്പം വഷളാവുന്നതാണ്. അപ്പോൾ വേണ്ടത്ര റെസ്റ്റ് ആവശ്യമാണ്. റെസ്റ്റ് എടുക്കാൻ മടിക്കരുത്.
അതുപോലെ തന്നെ ഭൂസ്വത്തൊക്കെ വന്നു ചേരും. വാഹനത്തിന് ചെറിയ റിപ്പയറൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. ഒന്ന് കരുതിയിരിക്കുന്നത് നന്നായിരിക്കും. അപവാദ ഭയമൊക്കെ വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ധനനഷ്ടം വരാതിരിക്കുന്നതിനും പ്രത്യേകം ശ്രദ്ധിക്കണം. കേതു ശിരസ് നിൽക്കുന്നത് കൊണ്ട് എപ്പോഴും ഗണപതി ഭഗവാൻ ഏത്തമിട്ടതിന് ശേഷം മാത്രം ദിവസം തുടങ്ങുന്നത് നന്നായിരിക്കും. അല്ലെങ്കിൽ രാവിലെ ജോലിക്ക് പോകുന്നതിന് മുമ്പായി ഗണപതി ഭഗവാനെ പ്രാർത്ഥിച്ച് ഏത്തമിടുന്നത്, വരാഹി ദേവിയെ പ്രാർത്ഥിക്കുന്നത്, ദുർഗാദേവിയെ പ്രാർത്ഥിക്കുന്നത്, കുടുംബ പരദേവതയ്ക്ക് ദീപം തെളിച്ച് പ്രാർത്ഥിക്കുന്നത്, നമഃശിവായ ജപിക്കുന്നത്, ഇതിലേതാണോ അവനവന് ഏറ്റവും സ്വീകാര്യമായത് അത് ചെയ്യുമ്പോൾ എല്ലാവിധ സന്തോഷവും നിലനിർത്തിക്കൊണ്ടു പോകുവാൻ സാധിക്കും. മൂകാംബിക ദേവിയുടെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ. അമ്മയുടെ അനുഗ്രഹത്തോടുകൂടി എല്ലാം മംഗളമായി ഭവിക്കട്ടെ. തുലാരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം സർക്കാർ തലത്തിൽ നിന്നുള്ള അംഗീകാരം ലഭിക്കുന്നതിനുള്ള സാധ്യത വന്നു കഴിഞ്ഞു. അല്പം ധനലാഭം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഏതെങ്കിലും സ്ഥാപനങ്ങളുടെ പ്രതിനിധിയായിട്ടൊക്കെ മാറാനുള്ള യോഗം കാണുന്നുണ്ട്. ഏതെങ്കിലും ഗ്രൂപ്പിൻ്റെയൊക്കെ ലീഡർ സ്ഥാനമോ ഒക്കെ വഹിക്കേണ്ടതായി വരും. ഒരു കമ്മിറ്റിയുടെയൊക്കെ കാര്യങ്ങൾ നമ്മുടെ ചുമതല നമ്മളിൽ വന്നു ചേരുന്നതാണ്. ആ ചുമതലയൊക്കെ നന്നായി ചെയ്യുവാനുള്ള കഴിവ് നമുക്കുണ്ട്. നമ്മുടെ പ്രതിഭ പൂർണ്ണമായി പ്രയോജനപ്പെടുത്തുക. പ്രവർത്തനം ചിട്ടപ്പെടുത്തി ചെയ്യുമ്പോഴൊക്കെ നല്ല ബഹുമതിയും അംഗീകാരവും ലഭിക്കും. നല്ല വിദ്യാഭ്യാസം ലഭിക്കുന്നതിനുള്ള യോഗം കാണുന്നുണ്ട്. കുട്ടികൾക്ക് അതിന് വേണ്ട ഒരുക്കങ്ങൾ ചെയ്തു കൊടുക്കുക. പല പ്രകാരത്തിൽ ധനം വന്നു ചേരാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് ആ സാധ്യതകളെ മുൻനിർത്തി തന്നെ പ്രവർത്തിക്കുന്നത് നന്നായിരിക്കും. ആചാരാനുഷ്ഠാനങ്ങളിലൊക്കെ താല്പര്യം പ്രകടിപ്പിക്കുന്നത് നന്നായിരിക്കും. സഹോദര സഹായം ആർജിക്കുന്ന സഹോദരന്മാരുമായി ഐക്യത്തിൽ വരുന്നത് വളരെ നന്നായിരിക്കും. കുടുംബത്തിൽ ഐശ്വര്യവും സന്തോഷവും ഒക്കെ നിലനിർത്തിക്കൊണ്ടുപോകാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഏർപ്പെടുന്ന കാര്യങ്ങളിലെല്ലാം വിജയം ഉറപ്പാക്കുന്നതിനായി വേണ്ടത്ര കരുതലുകൾ ചെയ്യുന്നത് നന്നായിരിക്കും. ആചാരാനുഷ്ഠാനങ്ങളെല്ലാം തന്നെ അതിൻ്റെ ഓരോ ആചാരവും അതിനനുയോജ്യമായ രീതിയിൽ തന്നെ ചെയ്യുവാൻ ശ്രമിക്കണം. അപ്പോഴാണ് നമുക്ക് അനുഗ്രഹം പൂർണ്ണമായി ലഭിക്കുക. സന്തോഷവും സംതൃപ്തിയും നിലനിൽക്കുന്ന നല്ല ഒരു ജീവിതം ഉണ്ടാകട്ടെ. അതിന് രാശിനാഥയായ മഹാലക്ഷ്മിയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ. ഏത് കർമ്മരംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും അവരവരുടെ കഴിവ് പ്രകടിപ്പിക്കാനുള്ള ഒരു അവസരം ഉണ്ടാവുകയും മറ്റുള്ളവരുടെ അംഗീകാരം ലഭിക്കുന്ന രീതിയിൽ കാര്യനിർവഹണ ശേഷിയും ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദുർഗാദേവിയെ മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ എല്ലാം മംഗളമായി തീരുന്നതാണ്. വൃശ്ചിക രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം മറ്റുള്ളവരുടെ പരിഹാസമോ പരിഭവമോ ഒക്കെ കേൾക്കേണ്ടി വരുന്ന ദിവസമാണ്. അതുകൊണ്ടൊന്ന് ശ്രദ്ധിച്ചിരിക്കണം. വൈശാഖ മാസമായതുകൊണ്ട് തന്നെ ആ ദിവസം മുഴുവനും ഈ ഒരു അവസ്ഥ ഉണ്ടാവാതിരിക്കാൻ പ്രത്യേകം ഒരു മാസം മുഴുവനും അതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് ഉണ്ടാവും. അതുകൊണ്ട് വളരെ ശ്രദ്ധയോടുകൂടി കാര്യങ്ങൾ ചെയ്യുന്നത് നന്നായിരിക്കും. കർമ്മ വിഘാതമൊക്കെ വരാതിരിക്കാനായി പ്രത്യേകം ശ്രദ്ധിക്കുക. കർമ്മരംഗത്തെ കൂടുതൽ കാര്യക്ഷമമായി പ്രവർത്തിച്ച് അവരുടെ മേലധികാരികളുടെ അംഗീകാരം നേടുവാനായി ശ്രമിക്കുക. ആരെയും പരാമർശിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഉദര സംബന്ധമായ അസ്വസ്ഥതകൾ വരാനുള്ള സാധ്യതയുണ്ട്. ഒന്ന് കരുതിയിരിക്കുന്നത് നന്നായിരിക്കും. അതുപോലെ തന്നെ പരീക്ഷകളിലും ഇൻ്റർവ്യൂകളിലും ഒക്കെ വിജയം ഉറപ്പാണ്. അതുകൊണ്ട് നന്നായി പരീക്ഷകളിൽ നല്ല പെർഫോമൻസ് കാഴ്ചവെക്കണം. ജോലി അന്വേഷിക്കുന്നവർക്കൊക്കെ ജോലി ലഭിക്കുവാനൊക്കെയുള്ള സാധ്യതകൾ ധാരാളമുണ്ട്. ആ സാധ്യത പൂർണ്ണമായും വിനിയോഗിക്കുക. പ്രവർത്തന മികവിനും പരീക്ഷകളിലെ ഉന്നത വിജയത്തിനും ആദരവും അനുമോദനങ്ങളും ഒക്കെ ലഭിക്കുന്നതാണ്. ദാനധർമാദികളാൽ മറ്റുള്ളവരുടെ പ്രീതി നേടും. അതുപോലെ തന്നെ പ്രതീക്ഷിച്ച തരത്തിൽ കലാ സാഹിത്യ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് കൂടുതൽ അവസരങ്ങൾ വന്നു ചേരുകയും ചെയ്ത പ്രവർത്തനങ്ങൾക്ക് പ്രശംസ പത്രമൊക്കെ ലഭിക്കുന്നതാണ്. സീരിയൽ സിനിമ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അവരുടെ കഴിവുകൾ പൂർണ്ണമായി വിനിയോഗിക്കാനുള്ള സാഹചര്യം വന്നു ചേരും. പുതിയ കോൺട്രാക്റ്റുകളിലൊക്കെ സൈൻ ചെയ്യുന്നുള്ള സാഹചര്യം വന്നു ചേരും. കൃഷിഭൂമിയൊക്കെ വാങ്ങുന്നതിനുള്ള യോഗം കാണുന്നു. ഇണയുമായി നല്ല സൗഹൃദം നിലനിർത്തിക്കൊണ്ടുപോകാൻ സാധിക്കും. വിശേഷപ്പെട്ട വസ്ത്രങ്ങളും ഗ്രഹോപകരണങ്ങളും
ഒക്കെ വാങ്ങുന്നതിനുള്ള സാധ്യത തെളിഞ്ഞു വരുന്നു. വിശ്വസ്തരായ സുഹൃത്തുക്കളും അതുപോലെ കീഴ് ജീവനക്കാരൊക്കെ വിശ്വാസ്യതയോടെ പ്രവർത്തിക്കുന്നതായി കാണാം. ആ സൗഹൃദവും അവരുടെ ഐക്യവും നിലനിർത്തി കൊണ്ടുപോകാൻ നന്നേ ബുദ്ധിമുട്ടേണ്ടി വരും. നാൽക്കാലികളിൽ നിന്നൊക്കെ എന്തെങ്കിലും ലാഭം പ്രതീക്ഷിക്കാവുന്നതാണ്. പുതിയ ഭവന നിർമ്മാണത്തിനുള്ള ഒരുക്കങ്ങൾ ചെയ്യും, അല്ലെങ്കിൽ വീട് മാറി താമസിക്കാനുള്ള സാധ്യതയും വന്നു ചേരും. നിരന്തരമായ യാത്രകൾ ചിലപ്പോൾ ആവശ്യമായി വന്നേക്കാം. അതിനുള്ള ഒരുക്കങ്ങൾ ചെയ്തു വയ്ക്കുന്നത് നന്നായിരിക്കും. കൃത്യനിഷ്ഠകളൊക്കെ പാലിക്കാനായിട്ട് ശ്രമിക്കണം. അപ്പോഴാണ് കൂടുതൽ ജീവിതം അടുക്കും ചിട്ടയുമുള്ളതായി തീരുന്നത്. അനുചിതമായ കാര്യങ്ങൾ, മനസ്സിന് തെറ്റ് എന്ന് തോന്നുന്ന കാര്യങ്ങൾ ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക. സഹോദരങ്ങളാൽ അഭിപ്രായ വ്യത്യാസം വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. പല കാര്യങ്ങളിലും കാര്യ തടസ്സങ്ങൾ വരുമ്പോൾ ഗണപതി ഭഗവാന് ഒരു നാളികേരം കുടച്ച് പ്രാർത്ഥിക്കുന്നത് നന്നായിരിക്കും. ഏത്തമിടാൻ പറ്റുമെങ്കിൽ അത് ഏറ്റവും ഗുണഫലം ചെയ്യുന്നതാണ്. ദുർഗാദേവിയെ പ്രാർത്ഥിക്കുന്നതോടൊപ്പം തന്നെ രാശിനാഥയായ ഭദ്രകാളി അമ്മയെ കൂടി പ്രാർത്ഥിക്കുമ്പോൾ ദിവസം അർത്ഥപൂർണമായി തീരുന്നതാണ്. രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ബന്ധുജനത്തിനും തനിക്കും സന്തോഷം തരുന്ന അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നതിന് സാധിക്കും. അവർ ബന്ധുജനങ്ങളുമായി ആ ഒരു നല്ലൊരു സൗഹൃദം നിലനിർത്തി കൊണ്ടുപോകാൻ സാധിക്കും. അതിന് നമ്മളുടെ അനുഭവങ്ങളെ താരതമ്യപ്പെടുത്തുന്നത് ഒരു നല്ല കാര്യമാണ്. ഒരിക്കലും മറ്റുള്ളവരെ താഴ്ത്തി പറയാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. പുതിയ ഗ്രഹോപകരണങ്ങൾ വാങ്ങുന്നതിനുള്ള സാഹചര്യം വന്നു ചേരും. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ പുരോഗതി ഉണ്ടാവും. വിവേകപൂർവ്വം പ്രവർത്തിക്കേണ്ട സാഹചര്യം വരുമ്പോൾ അതിന് തന്നെ ശ്രമിക്കേണ്ടതാണ്. വിദ്വാൻമാർക്ക് അംഗീകാരവും ഒക്കെ ലഭിക്കും. ആ അംഗീകാരമൊക്കെ ഏറ്റുവാങ്ങുമ്പോൾ ഇനിയും കൂടുതൽ കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു ഉത്തരവാദിത്വം കൂടിയുണ്ട്. അത് നന്നായി ചെയ്തു തീർക്കുവാൻ ശ്രമിക്കണം. അതുപോലെ തന്നെ വ്യവഹാരങ്ങളിലോ വാഗ്വാദങ്ങളിലോ ഏർപ്പെടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. തസ്കര ഭയം വരാൻ യോഗമുണ്ട്. അതുകൊണ്ട് അവരെയൊക്കെ ആരാണ് തസ്കരനെന്ന് അറിഞ്ഞ് പ്രവർത്തിക്കുന്നത് നന്നായിരിക്കും. വീട്ടിനുള്ളിൽ തന്നെ ചിലർ നമുക്ക് ശത്രുഭാഗത്തിലുണ്ടെങ്കിൽ അവരെ തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കുന്നത് നന്നായിരിക്കും. ആരും ശത്രുമായിട്ടില്ല, അവസരങ്ങളാണ് ശത്രുത വളർത്തുന്നത്. അതുകൊണ്ട് തന്നെ അതിനുള്ള അവസരങ്ങൾ ഉണ്ടാക്കാതിരിക്കുക. ദേഷ്യപ്പെട്ട് സംസാരിക്കേണ്ട സാഹചര്യത്തിൽ നമഃശിവായ ജപിച്ച് മനസ്സിനെ ഒന്ന് ഏകാഗ്രമാക്കുന്നത് നന്നായിരിക്കും. അധിക സഞ്ചാരം ആവശ്യമായതുകൊണ്ട് ശാരീരിക ബുദ്ധിമുട്ടുകൾ വരുമ്പോഴും മനസ്സറിഞ്ഞ് നമഃശിവായ ജപിച്ച് പ്രാർത്ഥിക്കുന്നത് നന്നായിരിക്കും. അതുപോലെ തന്നെ പലിശയൊക്കെ അടയ്ക്കാൻ പറ്റാതെ വിഷമിക്കേണ്ടതായി വരും. അതുപോലെ ലോണൊക്കെ ജപ്തി ഭീഷണിയിലേക്കൊക്കെ വരുമ്പോഴും സംയമനത്തോടുകൂടി കാത്തിരുന്ന് മഹാലക്ഷ്മിയെ മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കുക. ദുർഗാദേവിയെ മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ അമ്മ ഒരു വഴി കാണിച്ചു തരും. കുടുംബപരദേവതയെ മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ എല്ലാം ശുഭപര്യവസാനിയായി തീരും. അമിതാവേശത്താൽ അരുതാത്തതൊന്നും ചെയ്യാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. രാശിനാഥനായ മഹാവിഷ്ണുവിനെ പ്രാർത്ഥിക്കുന്നതോടൊപ്പം തന്നെ ദുർഗാദേവിയെ കൂടി പ്രാർത്ഥിക്കുമ്പോൾ എല്ലാം മംഗളമായി ഭവിക്കുന്നതാണ്. മകരം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഓരോ സ്ഥലത്തും ദേശദേവതയൊക്കെ ചെന്ന് തൊഴുന്നതിന് വൈശാഖ മാസം തുടങ്ങുന്ന സമയത്ത് ദേശദേവതയെ ചെന്ന് തൊഴുന്ന അവധിക്കാലമായതുകൊണ്ട് അതിനൊക്കെയുള്ള സാഹചര്യം തെളിഞ്ഞു വരും. ഗ്രാമത്തിൽ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള ഒരു നേതൃത്വ സമിതിയിലൊക്കെ നമ്മൾ അംഗമായി തീരും. നഗരം മുഴുവനും ഒന്നൊരു യാത്ര ചെയ്യാനായിട്ടൊക്കെയുള്ളൊരു സാഹചര്യം വന്നു ചേരുമ്പോൾ അതിനനുസരിച്ചിട്ടുള്ള തയ്യാറെടുപ്പുകൾ ചെയ്യുന്നത് നന്നായിരിക്കും. ഉന്നത പദവി ത്രിതല പഞ്ചായത്തിലൊക്കെ നമ്മളുടെ സാന്നിധ്യം അറിയിച്ച് പ്രവർത്തനങ്ങൾ ചെയ്യാനുള്ളൊരു സാഹചര്യം വരുമ്പോൾ അതിൽ നിന്നും പിന്മാറാതെ ബ്ലോക്ക് തലത്തിലൊക്കെ കാര്യങ്ങൾ ചെയ്യുവാനുള്ള ഒരു ആർജവം വന്നു ചേരും. അത് ഭംഗിയായി ചെയ്തു തീർക്കുന്നത് നന്നായിരിക്കും. ബുദ്ധിപൂർവമായ പ്രവർത്തനങ്ങളാൽ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടും. പുത്രസുഖം അനുഭവിക്കുന്നതിനുള്ള സന്തതി സൗഭാഗ്യം, സന്താനങ്ങളെ കൊണ്ട് സദ്ഗതിയൊക്കെ അനുഭവിക്കുന്നതിനുള്ള യോഗം കാണുന്നു. ഗ്രഹത്തിൽ ഐശ്വര്യം വന്നു ചേരും.
ക്ഷമയോടും വിനയത്തോടും കൂടി കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് മൂലം എല്ലാവരുടെയും അംഗീകാരവും പ്രശസ്തിയും ലഭിക്കും. സരസമായ സംഭാഷണത്താൽ മറ്റുള്ളവരെ തന്നിലേക്ക് അടുപ്പിക്കുന്നതിന് സാധിക്കും. മറ്റുള്ളവരുടെ വശീകരിക്കുന്നതായി തോന്നും, പക്ഷേ നമ്മൾ നല്ല കാര്യങ്ങളാണ് പറയുന്നത്. അതിൽ മറ്റൊരാൾ ആകൃഷ്ടരാകുന്നതിൽ അത് നമ്മളുടെ ഒരു കഴിവ് തന്നെയാണ്. എല്ലാവർക്കും അതിന് സാധിക്കട്ടെ എന്ന് വിചാരിക്കുക. പ്രതീക്ഷിച്ച പോലെ പഠനത്തിലുള്ള വിഷയം പഠിക്കുന്നതിനുള്ള അവസരം വിദ്യാർത്ഥികൾക്കും നമുക്ക് ലഭിക്കുമ്പോൾ ആ അവസരം പൂർണ്ണമായും വിനിയോഗിക്കുക. കവികൾക്കും കലാകാരന്മാർക്കും അവരുടെ ആഗ്രഹത്തിനൊത്ത് വളരുന്നതിനുള്ള സാഹചര്യം വന്നു ചേരും. അതിനനുസരിച്ചുള്ള ചെറിയ ചെറിയ പ്രശസ്തിയും ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ വിശ്വസ്തരായ സഹായികളെ എപ്പോഴും കൂടെ നിർത്തുന്നത് നന്നായിരിക്കും. ലളിതമായ ജീവിതചര്യയും ആരോഗ്യ ചിട്ടകളും പാലിക്കുമ്പോൾ ജീവിതം കൂടുതൽ മധുരമുള്ളതായി തീരും. എല്ലാവിധ കർമ്മരംഗത്തും വളരെ ആത്മാർത്ഥമായ സേവനം കാഴ്ചവെക്കുമ്പോൾ മനസ്സന്തോഷത്തോടൊപ്പം തന്നെ എല്ലാവിധ സൗഭാഗ്യങ്ങളും അനുഭവത്തിൽ വന്നു ചേരും. അമ്മയുടെ അനുഗ്രഹത്താൽ എല്ലാം ഭംഗിയായി തീരട്ടെ. രാശിനാഥനായ ശനീശ്വരനെ, വിഷ്ണുമായ സ്വാമിയെ, ശതൻ സ്വാമിമാരെ, ധർമ്മശാസ്താവിനെ, ആഞ്ജനേയ സ്വാമിയെ എല്ലാവരെയും മനസ്സറിഞ്ഞ് വിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ എല്ലാവിധ സൗഭാഗ്യവും നിലനിന്ന് കിട്ടുന്നതാണ്. കുംഭൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം സവിശേഷമായ ബുദ്ധിയും സാമർഥ്യവും ഉള്ളതിനാൽ ആ ബുദ്ധി സാമർഥ്യം കൊണ്ട് തന്നെ സേവകരെ, അതായത് തൻ്റെ കൂടെ ജോലി ചെയ്യുന്നവരെ, സഹപ്രവർത്തകരെയൊക്കെ നല്ല രീതിയിൽ മനസ്സിലാക്കി അവരവരുടെ തലത്തിൽ നിർത്തിക്കൊണ്ട് തന്നെ സംസാരിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുന്നതിനുള്ളൊരു ആർജവം നമുക്കുണ്ട്. നേതൃത്വ ഗുണവും അതുതന്നെയാണ്. ആ നേതൃത്വ ഗുണം പരിപൂർണമായി എല്ലാവർക്കും സന്തോഷം നൽകുന്ന രീതിയിൽ പ്രവർത്തനത്തിൽ കാണിച്ചു കൊടുക്കുന്നത് നന്നായിരിക്കും. അതുപോലെ തന്നെ ഉന്നത അധികാര പദവിയൊക്കെ ഉള്ളവരെ ആ ഒരു പദവിക്കനുസരിച്ച് ബഹുമാനിക്കുന്നത് നന്നായിരിക്കും. സമ്പത്ത് വന്നു ചേരുന്നതിനുള്ള യോഗം കാണുന്നു. പുതിയ വാഹനം വാങ്ങാനുള്ള യോഗം കാണുന്നുണ്ട്. ആധുനികങ്ങളായ ഗ്രഹോപകരണങ്ങൾ വാങ്ങുന്നതിനുള്ള യോഗം കാണുന്നു. ലോകകാര്യങ്ങളിലെല്ലാം ചെന്ന് ഇടപെട്ട് തൻ്റെ കഴിവുകൾ എൻ്റെ വ്യാപ്തി വർദ്ധിപ്പിക്കുന്നത് നന്നായിരിക്കും. വിദ്യകളിൽ എല്ലാവിധ വിദ്യകളിലും അവനവൻ്റെ കയ്യൊപ്പ് പതിപ്പിക്കുന്നത് നന്നായിരിക്കും. കലകളിൽ എല്ലാ കലാരംഗത്തും ഏത് കലാകാരന്മാരെയും പ്രോത്സാഹിപ്പിക്കുകയും ആ കലയുടെ മൂല്യം അറിഞ്ഞ് പ്രവർത്തിക്കുകയും ചെയ്യുന്നത് നന്നായിരിക്കും. നല്ല അറിവും നല്ല പെരുമാറ്റവും കാരണം ജനസമ്മതിക്കും പ്രശംസയ്ക്കും പാത്രമാകും. പുതിയ സംരംഭങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് തടസ്സം വരുമെങ്കിലും നിരാശരാവാതെ പ്രവർത്തനം തുടർന്നുകൊണ്ടേയിരിക്കുമ്പോൾ പ്രവർത്തന ശൈലി ഒന്ന് മാറ്റുമ്പോൾ വിചാരിച്ച ഫലം ലഭിക്കുന്നതാണ്. ബന്ധുനാശങ്ങളൊക്കെ വരാതിരിക്കാൻ ബന്ധുക്കളെയൊക്കെ വേണ്ട രീതിയിൽ പരിഗണിക്കുക. ആരുമായും അഭിപ്രായ വ്യത്യാസം ഉണ്ടാവാതിരിക്കാൻ കരുതിയിരിക്കുന്നത് നന്നായിരിക്കും. ആവശ്യത്തിലധികം പണം ചെലവഴിക്കേണ്ട സാഹചര്യത്തിൽ പണം ചെലവഴിക്കാനുള്ളതാണ്, പക്ഷെ ഓരോ പണത്തിനും കണക്കുള്ളതാണ്. ഇതെന്നെ ക്രയവിക്രയത്തിന് ഏൽപ്പിച്ചിരിക്കുന്നതാണ്. നല്ല രീതിയിൽ ക്രയവിക്രയം ചെയ്ത് അല്പം ബാക്കി വെക്കേണ്ടത് എൻ്റെ കടമയാണെന്ന് വിചാരിച്ചുകൊണ്ട് പെരുമാറുമ്പോൾ അനാവശ്യ ചിലവുകൾ നമുക്ക് തന്നെ നിയന്ത്രിക്കുവാൻ സാധിക്കും. കൈകാലുകൾക്ക് എന്തെങ്കിലും ക്ഷതമോ വീഴ്ചയോ ഒക്കെ വരാനുള്ള സാധ്യത കാണുന്നു. കരുതിയിരിക്കുന്ന നന്നായിരിക്കും. മൃഗങ്ങളെയൊക്കെ സംരക്ഷിക്കുമ്പോൾ അവരുടെ നാശം വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. അന്യദേശവാസത്തിന് യോഗമുള്ളത് കൊണ്ട് തന്നെ എപ്പോഴും യാത്രയ്ക്കായി തയ്യാറായിരിക്കുക. ശിവഭഗവാനെ പ്രാർത്ഥിക്കുന്നത്, പുറകിൽ അമ്മയെ മനസ്സറിഞ്ഞ് ദുർഗാദേവിയെ മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കുന്നത്, രാശിനാഥനായ ശനീശ്വരനെ പ്രാർത്ഥിക്കുന്നതൊക്കെ എല്ലാവിധ സൗഭാഗ്യവും നിലനിർത്തി കിട്ടുന്നതിന് സാധിക്കും. ഏത് കർമ്മരംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും കർമ്മ മേഖലയിൽ എല്ലാവിധ ഐശ്വര്യവും നിലനിർത്തുന്നതിനായി പ്രവർത്തനങ്ങളെ ചിട്ടപ്പെടുത്തി ചെയ്യുകയും അതിനനുസരിച്ചിട്ടൊരു രൂപരേഖ തയ്യാറാക്കുകയും ചെയ്യുന്നത് നന്നായിരിക്കും. എല്ലാവിധ സൗഭാഗ്യങ്ങളും അനുഭവത്തിൽ വരട്ടെ എന്ന് ആശംസിച്ചു കൊള്ളുന്നു.
മീനം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം സമ്പത്തും ഗൃഹത്തിൽ ഐശ്വര്യവും ഉണ്ടാകും. പുത്രകളത്രാദികളെ കൊണ്ടൊക്കെ സന്തോഷവും സമാധാനവും സർവ്വ ഐശ്വര്യങ്ങളും അനുഭവിക്കാനുള്ള യോഗം കാണുന്നു. ഉന്നത വിദ്യാഭ്യാസത്തിനുള്ള സാഹചര്യം വന്നു ചേരും. നല്ല ജോലിയും നല്ല ഉയർന്ന പദവിയും ഒക്കെ ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. അതിനറിഞ്ഞ് തന്നെ മുൻകരുതലുകൾ എടുത്ത് പ്രവർത്തനങ്ങൾ ചെയ്യുക. സഹായികളെയൊക്കെ സഹായികളായി തന്നെ നിർത്തുക. ഓരോ പദവിയും ആ പദവിയെ മാനിച്ചുകൊണ്ട് തന്നെ പ്രവർത്തനങ്ങൾ ചെയ്യുക. വാഹനം വാങ്ങുന്ന കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധയെടുത്തുകൊണ്ട് അവനവന് അനുയോജ്യമായ വാഹനം തിരഞ്ഞെടുക്കുക. അതിൽ സാമ്പത്തികത്തിൻ്റെ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. മികച്ച സേവനത്തിന് സർക്കാരിൽ നിന്നും ബഹുമതികളോ അംഗീകാരമോ പ്രോത്സാഹനമോ സ്ഥാനലബ്ധിയോ ലഭിക്കാം. ഗ്രഹത്തിൻ്റെ നിർമ്മാണം പുതിയ രീതിയിൽ ചെയ്യുന്നതിനുള്ള അവസരം വന്നു ചേരും. കുടുംബാംഗങ്ങൾക്ക് എല്ലാവിധ സൗഭാഗ്യങ്ങളും വരുന്നതിനായി നന്നായി പരിശ്രമിക്കുന്നത് നന്നായിരിക്കും. എഴുത്തിൻ്റെയും അച്ചടിയുടെയും ഒക്കെ മേഖലയിൽ കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക്, സീരിയൽ സിനിമാ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കൊക്കെ അവരുടെ കർമ്മരംഗം നല്ല രീതിയിൽ ശോഭിപ്പിക്കുവാനായി സാധിക്കും. അതിൻ്റെ ഇതര മേഖലകളിലേക്കൂടി തങ്ങളുടെ കഴിവുകൾ പ്രകടിപ്പിക്കുവാനുള്ള അവസരം വന്നു ചേരുന്നതാണ്. കഴിവുകൾ പൂർണ്ണമായി വിനിയോഗിക്കുന്നത് നന്നായിരിക്കും. പരസ്യങ്ങളിൽ നിന്നൊക്കെ നല്ല അംഗീകാരവും പ്രോത്സാഹനവും ലഭിക്കുന്നതാണ്. മറ്റുള്ളവരെ സഹായിക്കാനുള്ള മനസ്ഥിതി ഉണ്ടാകുന്നത് നല്ലതാണ്. തുടങ്ങുന്ന കാര്യങ്ങളെല്ലാം തന്നെ ശുഭപര്യവസാനിയായി തീരുവാൻ രാശിനാഥനായ മഹാവിഷ്ണുവിനെ പ്രാർത്ഥിക്കുന്നതോടൊപ്പം ദുർഗാദേവിയും കൂടി പ്രാർത്ഥിക്കുമ്പോൾ, സന്താന സൗഭാഗ്യത്തിനായി പ്രാർത്ഥിക്കുമ്പോൾ എല്ലാവിധ സൗഭാഗ്യങ്ങളും നിലനിന്ന് കിട്ടുന്നതാണ്. ദുർഗാദേവി ശരണമഹം പ്രപദ്യേ എന്നും യാ ദേവി സർവഭൂതേഷു മാതൃരൂപേണ സംസ്ഥിത നമസ്തസ്യേ 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 നമോ നമ എന്ന ആ 4 വരി ശ്ലോകം മറക്കാതെ സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥ സാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമസ്തുതേ എന്ന ശ്ലോകവും മറക്കാതെ ചെല്ലുമ്പോൾ എല്ലാം മംഗളമായി ഭവിക്കുന്നതാണ്. 27 നക്ഷത്രക്കാർക്കും അവർ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള എല്ലാ സൗഭാഗ്യങ്ങളും അനുഭവിക്കുവാൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.